ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് പുളിയിഞ്ചി. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചതാണിത്. നിങ്ങൾക്ക് ഇനി ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചാലും മതി. പിന്നെ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പുളി പൊതിർത്തതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുളി പൊതിർന്ന് കിട്ടുന്നതായിരിക്കും. ചൂട് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് പൊതിർന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളിത് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ചോപ്പറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചോപ്പർ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് മീഡിയം സൈസിൽ ഇഞ്ചി അരിഞ്ഞ ശേഷം എണ്ണയിലൊന്ന് വറുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇതാ ഞാനിപ്പം ചോപ്പ് ചെയ്തെടുത്തു. ഇതുപോലെയാണ് ചെറിയ പീസുകളായിട്ടാണ് ഈ പുളിയിഞ്ചിക്ക് വേണ്ടത്. ഇഞ്ചിയുടെ കഷ്ണം വലിയ കഷ്ണങ്ങളാവാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ്. ഞാൻ 6 ചെറിയ ഉള്ളിയാണ് എടുത്തത്. അത് ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞതാണ്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് ഇതിന് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ആക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അല്ല, നിങ്ങൾക്ക് മറ്റേതെങ്കിലും എണ്ണ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണയിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ആക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായില്ല. എണ്ണ ചൂടായ ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പറ്റൂ. നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഏകദേശം എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്ത ശേഷം അടുത്തതായിട്ട് പിന്നെ നൈസായിട്ട് അരിഞ്ഞ് നേരത്തെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും കൂടി വേണം. 2 പച്ചമുളക് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞതാണ്. പച്ചമുളകും പിന്നെ കറിവേപ്പില ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറാവണം. ഗോൾഡൻ കളറായ ശേഷം മാത്രമേ നമുക്കിനി അടുത്ത പൊടികളൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. അതുവരെ നന്നായിട്ട് ഇതുപോലെ വഴറ്റണം. ഗോൾഡൻ കളറാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അതിന് മുന്നേ നമ്മൾ ഒന്നും ചേർക്കാൻ പാടില്ല. നന്നായിട്ട് വഴറ്റുക. കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് തന്നെയാലും ഈ പുളിയിഞ്ചി ഇല്ലാതെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എപ്പോഴും പുളിയിഞ്ചി ഉണ്ടാവും. ഒരു പ്രാവശ്യം പുളിയിഞ്ചി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ അവസരം കിട്ടിയത്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി ആവാനുണ്ട്. ഇതാ ഇപ്പോൾ നല്ലവണ്ണം ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് തീ സ്ലോയിൽ വെച്ച ശേഷം നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ എരിവും കുറച്ച് വേണം. കാരണം ഇനി ശർക്കരയൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. നമ്മൾ തീ ഓഫ് ചെയ്ത ശേഷം ഇതുപോലെ വഴറ്റിയാലും മതി, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പൊടീൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയുടെ വെള്ളം അരിച്ചെടുത്തതാണിത്. അരിച്ചെടുത്ത പുളിയുടെ വെള്ളം കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് പിഴിഞ്ഞ ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കണം. അതുവരെ നമുക്ക് തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നന്നായി തിളച്ച ശേഷം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. സ്ലോയിലേ വെക്കാൻ പാടുള്ളൂ. നമ്മളിതാ ആ പുളിവെള്ളത്തിൻ്റെ ഒഴിച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കണം. ഒരു 10 മിനിറ്റോളം നമ്മൾ ഇങ്ങനെ കുറുക്കിയെടുക്കണം. നന്നായി തിളച്ച ശേഷം നമുക്ക് സ്ലോയിൽ തീ വെക്കണം. അതെന്തായാലും സ്ലോയിൽ തന്നെ വെക്കണം. ഇങ്ങനെ കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിനി തീ സ്ലോയിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പം തീ സ്ലോയിൽ വെച്ചു. കുറുകി വരുന്നത് ഇതുപോലെ തന്നെ ഇങ്ങനെ കുറുകി വരുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെല്ലമാണ്. വെല്ലം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ആ വെല്ലത്തിൻ്റെ ഇതും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം.
നമ്മളതിൻ്റെ ടേസ്റ്റൊക്കെ അന്നേരം തന്നെ നോക്കണം. നമുക്കിനി എന്തെങ്കിലും മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. എരിവിൻ്റെ അതൊക്കെ നിങ്ങൾ നോക്കി പാകത്തിനനുസരിച്ച് ചെയ്യണം. ഉപ്പ് അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇങ്ങനെ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറുക്കി കൊണ്ടുവരണം. ഇത്ര മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനുള്ളൂ. ഇനിയൊന്നും ചേർക്കാനൊന്നുമില്ല. നമ്മളിതാ പുളിയിഞ്ചി ഇപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ഒരിക്കൽ നല്ലവണ്ണം തിളച്ച ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം. നല്ലവണ്ണം കുറുകി വരലാണ് ഇതിൻ്റെ പാകം. ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ നല്ലവണ്ണം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി അങ്ങനെയൊക്കെ പറയും, ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് നല്ലത്. നമ്മൾ ഇന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പാടില്ല. നാളെ ഉപയോഗിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പുണ്ടാവും. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തണുത്ത ശേഷം നമുക്കിതിന് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ടേസ്റ്റുമൊക്കെ നമുക്കിപ്പം ചെയ്ത് നോക്കാം. എന്തെങ്കിലും ചേർക്കണം, ഞങ്ങളത് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഒന്നും ചേർക്കേണ്ടതൊന്നും വന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇപ്പം നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഒരു നല്ല കുപ്പിച്ചില്ലിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ സ്പെഷ്യൽ പുളിയിഞ്ചി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡിയാണ്. നമ്മൾ പിറ്റേ ദിവസം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, അതാണ് നല്ലത്. അല്ലെങ്കിൽ ആക്കിയ പാടന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു കയ്പ്പുണ്ടാവും. അങ്ങനെ ടേസ്റ്റിയായ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.